തിരുവനന്തപുരത്ത് KSRTC ബസ് തടഞ്ഞ കേസിൽ മേയർ ആര്യ രാജേന്ദ്രനെയും സച്ചിൻ ദേവ് MLA കുറ്റപത്രത്തിൽ നിന്ന് ഒഴിവാക്കി. മേയറുടെ സഹോദരൻ അരവിന്ദ് മാത്രമാണ് പ്രതി. മേഘന മുരളി വാർത്തകൾ നിർമ്മിച്ചിരുന്നു. മേഘന, ആ കാര്യങ്ങൾക്കൊക്കെ എൻ്റെ എപ്പിസോഡിന് ഒരുപക്ഷെ വ്യക്തത വരുത്തിയേക്കാവുന്ന ബസ്സിനുള്ളിലെ മെമ്മറി കാർഡ് എവിടെ എന്ന ചോദ്യം ഒരുപാട് നാൾ ദുരൂഹമായി നിൽക്കുന്നുണ്ട്. ഇപ്പോഴും ദുരൂഹമായി നിൽക്കുകയാണെന്ന് തോന്നുന്നത്. കിട്ടിയിട്ടില്ലെന്നാണ് തോന്നുന്നത്. എന്തായാലും ഇത് ഇവരെ രണ്ടുപേരെയും ഒഴിവാക്കാനുള്ള കാരണമായി മനസ്സിലാക്കാൻ കഴിയുന്ന എന്താണ് മേഘന? ഹാഷ്മി, കഴിഞ്ഞ ഏപ്രിൽ 28-നാണ് പാളയത്ത് വെച്ച് KSRTC ഡ്രൈവറായിരുന്ന യദുവും അതുപോലെ തന്നെ മേയർ ആര്യ രാജേന്ദ്രനും MLA സച്ചിൻ ദേവും തമ്മിൽ ഒരു പ്രശ്നമുണ്ടാകുന്നത്. നടു റോഡിൽ KSRTC തടഞ്ഞു നിർത്തിയായിരുന്നു വാക്കുതർക്കം. അതിനുശേഷം അത് വലിയ വിവാദങ്ങളിലേക്ക് പോകുന്നു. KSRTC ഡ്രൈവറായിരുന്ന യദുവിനെ ജോലിയിൽ നിന്ന് മാറ്റി നിർത്തുന്നു. അതുപോലെ തന്നെ മേയറും തിരിച്ച് യദുവും ഇതുമായി ബന്ധപ്പെട്ട പരാതി നൽകിയിരുന്നു. പിന്നീട് പോലീസ് അന്വേഷണത്തിലും ഈ KSRTC ബസ്സിലെ തെളിവുകളടക്കം നശിപ്പിക്കപ്പെട്ടു എന്നുള്ള കാര്യങ്ങളടക്കം പറയുകയും ചെയ്തതാണ്. അതിൽ യദുവിന്റെ ഒരു പരാതി എന്ന് പറയുന്നത് ഈ മേയർ ഔദ്യോഗിക കൃത്യനിർവഹണം തടസ്സപ്പെടുത്തി, അതുപോലെ തന്നെ അസഭ്യം പറഞ്ഞു എന്നുള്ളതാണ്. പക്ഷേ അതിൽ മേയറിന്റെ ഒരു വിശദീകരണം എന്ന് പറയുന്നതും ഇതിലൊരു അശ്ലീല ആംഗ്യം യദു ഡ്രൈവർ കാണിച്ചിരുന്നു എന്നടക്കമുള്ള കാര്യങ്ങൾ മേയറുടെ ഭാഗവും ഉണ്ടായിരുന്നു. ഇപ്പോൾ അതിലൊരു പോലീസ് ഒരു കുറ്റപത്രം സമർപ്പിക്കാൻ ഒരുങ്ങുകയാണ്. ഉടൻ കുറ്റപത്രം സമർപ്പിക്കുമെന്നാണ് അറിയുന്നത്. അതിലാണ് ഇപ്പോൾ മേയറായിട്ടുള്ള ആര്യ രാജേന്ദ്രന്റെയും അതുപോലെ തന്നെ ഭർത്താവ് സച്ചിൻ ദേവ് MLA പേര് ഒഴിവാക്കിയിരിക്കുന്നത്. ഇപ്പോൾ സഹോദരനായിട്ടുള്ള അരവിന്ദിന്റെ, മേയറുടെ സഹോദരനായിട്ടുള്ള അരവിന്ദിന്റെ പേര് മാത്രമാണ് കുറ്റപത്രത്തിലുള്ളത് എന്നുള്ളതാണ് വിവരം. അത് കുറ്റപത്രം ഉടൻ സമർപ്പിക്കും. അതിൽ നേരത്തെ തന്നെ യദു ഇത്തരം കാര്യങ്ങൾ ആരോപിച്ചുകൊണ്ട് ഇതിലൊരു കോടതിയുടെ മേൽനോട്ടത്തിൽ മാത്രം അന്വേഷണം നടത്തണമെന്ന് ആരോപിച്ചുകൊണ്ട് ഒരു ഹർജി നൽകിയിരുന്നു. പക്ഷേ അത് കോടതി തള്ളുകയും ചെയ്യുകയാണ്. ഇപ്പോൾ ലഭിക്കുന്ന വിവരമനുസരിച്ച് യദു ഇതിലൊരു പരാതി നൽകും. കാരണം ഇത് രാഷ്ട്രീയ പ്രേരിതമാണ്. ഈ ഒരു പേര് കുറ്റപത്രത്തിൽ നിന്ന് ഒഴിവാക്കിയത് രാഷ്ട്രീയ പ്രേരിതമാണെന്ന് ആരോപിച്ചുകൊണ്ട് യദു പരാതി നൽകുമെന്നുള്ളതാണ്. അതിൽ MLA അതുപോലെ തന്നെ ആര്യ രാജേന്ദ്രൻ അതുപോലെ തന്നെ ഈ KSRTC ബസ്സിലെ കണ്ടക്ടർ എന്നിവരെ പ്രതി ചേർക്കണമെന്നുള്ളതാണ് യദുവിന്റെ ആവശ്യമായി വരുന്നത്. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ YouTube ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.